നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയും പാറുവിനെയാണ്. അപ്പോൾ പാറു സങ്കടത്തിലൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരും അമേരിക്കയിലേക്ക് പോകും എന്നാണ് കരുതിയിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇത്രയും കാലം അവരെന്നെ വളർത്തി വലുതാക്കിയ വീട്ടുകാരെ ഞാൻ ചതിക്കല്ലേ വിഷം ചെയ്യുന്നത്? എൻ്റെ ചേച്ചിയെ വരെ ഞാൻ ചതിച്ചോ? നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലാതെ കൊണ്ടല്ലേ പാറു എന്നിങ്ങനെ ചോദിക്കുകയാണ് വിശ്വം. തനിക്കിഷ്ടമില്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കാം. തൻ്റെ ഇഷ്ടമാണ് എനിക്ക് പ്രധാനം. തൻ്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ, എത്ര കാലം വേണമെങ്കിലും. എങ്കിലും എത്ര കാലം കാത്തിരിക്കും വിശ്വം? പറ. എത്ര കാലം കാത്തിരുന്നാലും എൻ്റെ വീട്ടുകാര് ഈ ബന്ധത്തിന് സമ്മതം മൂളാൻ പോകുന്നില്ല. എനിക്കാണെങ്കിൽ വിശ്വനെ ഒട്ടും മറക്കാനും പറ്റണില്ല. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ വിശ്വ ഇങ്ങനെ ആലോചിച്ചിട്ട്, താൻ എന്നെ വേണ്ടാന്ന് വെച്ചാ പിന്നെ എൻ്റെ ജീവിതത്തിൽ വേറെ പെണ്ണൊന്നും ഉണ്ടാവില്ല. ഈ സ്നേഹം അതാ എന്നെ ഇതൊക്കെ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും നിശ്ചയിച്ചതൊന്നും മാറ്റണ്ട. വെള്ളിയാഴ്ച ശരവണൻ പറഞ്ഞ ആ ദിവസം തന്നെ നമുക്ക് ആ കല്യാണം നടത്താം. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. ആദ്യം കുറച്ച് പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. പിന്നെ പിന്നെ എല്ലാം ശരിയാവും, തണുക്കും, ശാന്താകും. എൻ്റെ അച്ഛൻ ഒരു രോഗിയാ, അമ്മയും അതെ. അതാ എൻ്റെ ഒരു ഭയം. ഇനിയിപ്പോ നമ്മള് കല്യാണം കഴിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോ അവർക്കൊന്നും സംഭവിക്കാതിരുന്നാ എന്തിയായിരുന്നു. അത്രയുള്ളൂ പ്രാർത്ഥന. ഒന്നും സംഭവിക്കില്ല, താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവസാനം എന്നിട്ട് എന്നാ ശരി, എന്നാ ഇനി വെള്ളിയാഴ്ച കാണാം എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പാറു നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വിശ്വം അവിടെ നിന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് പൂർണിമാമേനെയാണ്. ആള് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് ഋതു വരുന്നത്. ഋതുവിനെ കാണാഞ്ഞിട്ടായിരുന്നു ടെൻഷൻ. ഋതു, നീ എന്താ വൈകിയത്? എവിടെയായിരുന്നു നീ ഇത്രയും നേരം? അതിപ്പോ എന്തിനാ അമ്മ അറിയുന്നത്? പിന്നെ ഞാൻ അറിയണ്ടേ? എന്റെ മോളല്ലേ നീ? ആണോ? ഓ, മകളാണോ എന്ന് ചോദിച്ചു. ഇവൻ എന്തോ, എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. എന്താ ഋതു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? പറ്റിയത് എനിക്കാണോ അതോ ബാക്കിയുള്ളവർക്കാണോ? എനിക്ക് മനസ്സിലാവണില്ല. ശരി ശരി, ഇനി ഞാൻ ഈ സമയത്ത് വഴക്കിനൊന്നുമില്ല. പിന്നെ അച്ചു മെറ്റേണിറ്റി നൈറ്റുകള് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന കാര്യം നീ അറിഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ അവൻ അങ്ങനെ ചെയ്യാൻ പോവാ. നല്ല ഐഡിയ അല്ലേ മെറ്റേണിറ്റി നൈറ്റുകള്? പല്ലവിക്കാണ് കേട്ടോ ആ ഐഡിയ ഒക്കെ വന്നത്. ഇങ്ങനെ പോയാല് അവര് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വാതി അങ്ങോട്ടേക്ക് വന്നു. സംശയം എന്താ, രക്ഷപ്പെടും. അധിക വൈകാതെ അവരും വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമകളാകും. അതിന് നമ്മൾ കൂടി സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതെ, അതിന് പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു 100 നൈറ്റികൾ നീ ഓർഡർ ചെയ്യണം. പൂർണിമ ടെക്സ്റ്റൈൽസ് നൈറ്റികൾ ഓർഡർ ചെയ്യണമെന്ന് എന്നോട് എന്തിനാ പറയണത്? അപ്പൊ ഇവർക്കൊന്നും മനസ്സിലായില്ല. അവിടെ തീരുമാനം എടുക്കുന്നത് ഈ ഞാനല്ലല്ലോ. പിന്നെ ആരാണോ അതിന് ചുമതലപ്പെട്ടവര് അവരോടങ്ങ് പറഞ്ഞാ പോരെ. എന്നാലും നീ എല്ലാം അറിയണ്ടേ? എന്തിന്? എനിക്കിപ്പോ തൽക്കാലം ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞു. വാങ്ങണ്ട എന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾ വാങ്ങാതിരിക്കുവോ? ഇല്ലല്ലോ. എന്താ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാ അതുപോലെ അങ്ങ് ചെയ്തോ. എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അച്ഛനൊരു ബിസിനസ് ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിലേ ബിസിനസ് എന്ന് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് തല പെരുക്കുക. അതുകൊണ്ട് എന്നോടൊന്നും പറയണ്ട. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഋതു നേരെ അകത്തേക്ക് കയറി പോവാണ്. എന്താ ഇങ്ങനെ? എന്തു പറ്റി അവൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ, അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ചേച്ചി മാറാൻ തുടങ്ങുക. ഞാൻ നന്നായതുപോലെ അടുത്ത് തന്നെ ചേച്ചി നന്നാവും. അതിന്റെ ലക്ഷണമാ ഇതൊക്കെ എന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞ് പൂർണിമയോട്. പൂർണിമയ്ക്ക് അത്ര വിശ്വാസമൊന്നും പോയില്ല. പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും ശോഭനെയാണ്. അപ്പൊ പാറു എത്തിയിട്ടില്ല. അതിന്റെ ഒരു ടെൻഷനിലാണ് രണ്ടാളും. അപ്പൊ പാറു കയറി വരികയാണ്. മോളെ, എന്തിനാ മോളെ നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? രാവിലെ പോയതല്ലേ, നിനക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ എന്താ? ശരി, ഇരിക്കണം, സമയാവട്ടെ എന്ന് പറഞ്ഞു. അമ്മാവും വിളിച്ചിരുന്നു. വെള്ളിയാഴ്ച ബാംഗ്ലൂർക്ക് പോണോന്നാ അമ്മാവും പറയണത്. പോകാലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പാറു ഒന്ന് ചിന്തിച്ചു. വെള്ളിയാഴ്ചയാണ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. വെള്ളിയാഴ്ച, ശരി പോകാം എന്ന് സമ്മതിച്ചു പാറു. അപ്പം അവൻ കാറുമായിട്ട് വരും. വെള്ളിയാഴ്ച അതിന് പോകാം എന്ന് പറഞ്ഞു. ആഹാ, അപ്പം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, ഞങ്ങൾ കൂടി വരാന്ന് വിചാരിക്കുക. നീ US പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി എന്നാ അച്ഛൻ പറയണത്.
എന്താ മോളുടെ അഭിപ്രായം? അച്ഛൻ്റെ ഒരു ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അമ്മേ എന്ന് പറഞ്ഞു. എനിക്കതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പം ഇവര് സമ്മതിച്ചു. പാറു, അല്ല, നീ നിന്നെ ഒഴിവാക്കുവാണെന്ന് നീ കരുതരുത്, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. അങ്ങനെ തന്നെയാ അമ്മേ ഞാനും കരുതുന്നത്, എല്ലാം നല്ലതിനാ, അങ്ങനെ തന്നെയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കേണ്ടതല്ലോ. വിശ്വം, അവനോട് നീ പറഞ്ഞോ? എന്തിനാ പറയുന്നത്? വിശ്വൻ എൻ്റെ ആരുമല്ല എന്നല്ലേ നിങ്ങളെല്ലാരും പറയണത്. ആരുമല്ലാത്ത ഒരാളോട് ഞാൻ എന്തിനാ അമ്മേ എൻ്റെ യാത്രകളെ കുറിച്ച് പറയണത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. നിനക്ക് ഞങ്ങളോട് ദേഷ്യം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പം മനസ്സിലാവും. എന്തിനാച്ചാ കുറച്ച് കഴിയുന്നത്? എല്ലാം എനിക്ക് ഇപ്പോഴത്തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ പല തീരുമാനങ്ങളും ഞാൻ എടുക്കാൻ തുടങ്ങിയത്. എന്താണെങ്കിലും നീ അവിടെ ചെന്നൊന്ന് കരവയറ്റിയ അപ്പൊ അതൊക്കെ ചേച്ചിയും കൂടി കൂട്ടിക്കൊണ്ട് പോണം. മറ്റൊന്നും കൊണ്ടല്ല, കുറെ നശിച്ച ഓർമ്മകളുള്ള നാടാ ഇത്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് മാറിയാൽ തന്നെ കുറച്ച് മനസമാധാനം കിട്ടും. ചേച്ചിയെ കൊണ്ടുപോകല് നടക്കുമെന്ന് എനിക്കറിയില്ലമ്മേ. ഞാൻ ക്ഷണിച്ചാലും ചിലപ്പോൾ ചേച്ചി വരണം എന്നൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കെന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അപ്പോ വെള്ളിയാഴ്ച ഞാൻ റെഡിയാണെന്ന് അമ്മാവനെ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു. അപ്പം ശോഭയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പാറു അങ്ങ് കയറിപ്പോയി കേട്ടോ. ആള് സങ്കടത്തിലാണ് പോണത്. അപ്പൊ മാഷിന്റെ അടുത്തേക്ക് വന്നിട്ട്, മാഷേ, തൃപ്തിയോടെ ഒന്നും അല്ല കേട്ടോ അവള് പോണത്. അതൊന്നും തൽക്കാലം നമ്മൾ നോക്കണ്ട ശോഭേ. നോക്കിയാല് ഈ യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരും. അയ്യോ, അത് വേണ്ട, നിശ്ചയിച്ചൊന്നും മാറ്റാൻ നിൽക്കണ്ട, എല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ മാഷേ എന്ന് പറഞ്ഞു. എന്നാ അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ഇവരിങ്ങനെ തീരുമാനിച്ചു. കാണുന്നത് സേതുമാധവനെയാണ്. അപ്പൊ സേതു എന്തോ ആലോചിച്ച് കിടക്കുമ്പോ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. എന്താ ആലോചിച്ചിങ്ങനെ കിടക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കോ എന്ന് ചോദിച്ചു. ഞാനൊരു അനുവാദം ചോദിക്കാൻ വന്നതാ. എന്തിന്? തരില്ല എന്ന് മാത്രം സേതുവേട്ടൻ പറയരുത്. പോയിക്കോട്ടെ. എങ്ങോട്ടേക്ക്? എന്റെ വീട്ടിലേക്ക്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? മടുത്തോ ഇവിടുത്തെ താമസമൊക്കെ? സ്ഥിരമായിട്ട് പോകുന്നതിനെ കുറിച്ചല്ല സേതുവേട്ടാ പറഞ്ഞത്. പാറു അമേരിക്കയിലേക്ക് പോവല്ലേ, ഇനി എന്നാ അവളെ ഒന്ന് കാണാൻ പറ്റുക? പോകുന്ന ദിവസം വരെ അവൾക്കൊപ്പം താമസിക്കാൻ എനിക്കൊരു മോഹം. അനിയത്തിയല്ലേ, കൂടെ പിറപ്പല്ലേ, അതുകൊണ്ട്. അതെ, പക്ഷേ എന്നാലും എന്ന് പറഞ്ഞു. പോണോ? പോണം. രാവിലെ പോയി വൈകുന്നേരം അവളെ കണ്ടിട്ട് ഇങ്ങ് തിരിച്ചു വന്നാ പോരെ? കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സേതുവേട്ടാ, ഒന്ന് സമ്മതിക്ക. അല്ല, ആവശ്യം ന്യായം തന്നെയാണ്. ആകെയുള്ളൊരനീതി വേണ്ടത് തന്നെയാണ്. എങ്കിലും എന്ന് പറഞ്ഞു. താൻ പോയാല് എന്തൊക്കെ പ്രശ്നങ്ങളാ. എന്താ നല്ല പ്രശ്നമുണ്ടെന്നല്ല, കുറച്ച് ദിവസത്തേക്കല്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല പല്ലവി. എന്നാലും ഒറ്റയ്ക്കാകുമ്പോ എന്നൊക്കെ പറഞ്ഞ് സേതു പിച്ചും പേയും പറയുന്ന പോലെ പറയാണ് കേട്ടോ. അതെ, ഞാനിപ്പോ ഇതെങ്ങനെയാ പല്ലവി നിന്നോട് വിശദീകരിക്കുക? എനിക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് വെക്കാം. അയ്യോ, പോകാതിരിക്കരുത്, തീർച്ചയായിട്ടും പോണം. അനിയത്തി ഒപ്പം പോകുന്നത് വരെ നിൽക്കുകയും ചെയ്യണം. അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ലേ? അപ്പൊ സേതു വേണോ? ഞാനോ? അത് കുഴപ്പമൊന്നുമില്ല, എന്നെ പറ്റിയൊന്നും തൽക്കാലം ആലോചിക്കണ്ട. കാണണമെന്ന് തോന്നുമ്പോ എപ്പോ വേണേലും വരാലോ. പിന്നെ ഫോണുണ്ട്, പിന്നെ എപ്പോ വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാമല്ലോ. പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് സ്വന്തം ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെന്താ മുഖത്തൊരു സങ്കടം പോലെ തോന്നുന്നല്ലോ? അല്ല, അത് പിന്നെ പല്ലവി, അതാ ഞാനും ആലോചിക്കുന്നത്. എന്തിനാ സങ്കടം? അതിന്റെ ആവശ്യം എന്താ? അമേരിക്കയ്ക്ക് പോകുന്നത് താനാണോ? പാറോ അല്ലേ? എന്നിട്ട് എനിക്ക് എന്തിനാ എത്ര സങ്കടം? എന്നാലും ഈ കുറച്ച് കൺവെട്ടത്തുനിന്ന് പോവാന്ന് പറയുമ്പോ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അല്ല, അതിന് കാരണം എന്താന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ അറിയില്ല പല്ലവി. ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാലും അതും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹം. അത് സ്നേഹേട്ടന് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടാ ഞാൻ മാറരുത്, ഞാൻ മാറി നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത്. എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാ സേതുവേട്ടന് അങ്ങനെ തോന്നുന്നത്. എനിക്കും ഇഷ്ടം തന്നെയാ. പക്ഷേ പോവാതെ വയ്യല്ലോ സേതുവേട്ടാ. എന്നെ അനിയത്തിയില്ലേ, അപ്പൊ അവള് പാവല്ലേ. അപ്പോ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ശരി, എന്നാലേ ഞാൻ ഇല്ലാത്ത കുറച്ച് ദിവസം അത് സേതുവേട്ടനെ എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി, അഡ്ജസ്റ്റ് ചെയ്യാം, ഓക്കെ, എന്നാ താൻ പോയി സന്തോഷമായിട്ട് വാ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ പല്ലവി അങ്ങോട്ട് ഇറങ്ങിയിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞു കേട്ടോ.
അപ്പൊ എന്നാലും സേതുവിന് സങ്കടമാണ് പല്ലവി പോകുന്നു എന്ന് പറഞ്ഞപ്പോ. അപ്പൊ പൊന്നമ്പലത്തിൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പല്ലവി ബാഗൊക്കെ ആയിട്ട് വരുമ്പോ എല്ലാവരും കാത്തു നിൽപ്പുണ്ട്. പൂർണിമാമയുണ്ട്, ആ ബേബി ചേച്ചിയുണ്ട്, അച്ചുണ്ട്, ഹരിയുണ്ട്, സ്വാതിയുണ്ട്, അങ്ങനെ എല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അമ്മേ ഞാൻ പോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോ പോയിട്ട് വരട്ടെ എന്ന് പറ, നീയേ എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. നീ ഇവിടെ ഇല്ലാത്തത് പാറു പോയ ഉടനെ തന്നെ അന്ന് തന്നെ തിരിച്ചു വരണം എന്ന് പൂർണിമാമ. സേതുവിന് മാത്രല്ല കേട്ടോ, ഞങ്ങൾക്കും നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പൊ വേഗം ബേബി ചേച്ചി, അതെ ഈ വീട്ടില് മോളില്ലെങ്കിൽ ഉറങ്ങിയ പോലെ ആവും. ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കും ഒരു ധൈര്യമായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും അത് അപ്പൊ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ചേച്ചിക്ക് കഴിയൂ എന്നായിരുന്നു ഹരിയുടെ അഭിപ്രായം. ഞാൻ ഇനി ആരോടെ മിണ്ടിയും പറഞ്ഞിരിക്കാം. എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും സന്തോഷങ്ങളിലൊന്ന് ചേച്ചിയായിരുന്നു എന്ന്. വിഷമമുണ്ട്, പക്ഷേ സഹിക്കാണ്ട് പറ്റില്ലല്ലോ എന്നായിരുന്നു അച്ചു. അപ്പൊ സ്വാതി, സത്യത്തില് എനിക്ക് ചേച്ചി മാത്രമല്ല ടീച്ചർ കൂടിയല്ലേ. പഠിക്കണം എന്ന് തോന്നണമെങ്കിൽ ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ പഠിക്കാനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയാലും വന്ന് ചോദിക്കാനും ഒരാളുണ്ടല്ലോ. അതിപ്പോ സാരില്ല, കുറച്ചു ദിവസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് സ്വാതി. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സത്യത്തില് എൻ്റെ ഒരു ഭാഗമാ മാറി നിൽക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു പാതി. എൻ്റെ നഷ്ടം, അതിൻ്റെ വേദന അത് എത്രത്തോളം ആണെന്ന് എനിക്ക് മാത്രമേ അറിയൂ എന്നായിരുന്നു സേതുവിൻ്റെ അഭിപ്രായം. അപ്പം പല്ലവി കുറച്ചു നേരം നിന്നിട്ട്, പാറു പോയാൽ അന്ന് തന്നെ ഞാൻ തിരിച്ചു വരും എൻ്റെ അമ്മേ. ബേബി ചേച്ചി, പിന്നെ നിങ്ങൾക്ക് എന്നെ പിരിയേണ്ടി വരുമ്പോൾ സങ്കടം തോന്നുന്നത് പോലെ എനിക്കും സങ്കടം തോന്നുന്നുണ്ട്. പിന്നെ പക്ഷേ പോവാണ്ട് വയ്യാന്ന് അറിയാലോ അമ്മയ്ക്ക്. ബേബി ചേച്ചി, പിന്നെ ഞാൻ ഇവിടെ ഇല്ലാത്ത കുറവ് നികത്താൻ ബേബി ചേച്ചിയെ കൊണ്ട് കഴിയും. പിന്നെ ഹരി, നിനക്ക് ഞാൻ പോയാൽ എന്താ ഹരി, നിനക്ക് ധൈര്യത്തിന് ദേ അച്ചുണ്ടല്ലോ കൂടെ. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അച്ചുവിനും കഴിയും. നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ എന്നെക്കാൾ നന്നായി അവൾക്ക് കഴിയും. അതുകൊണ്ട് എന്റെ കുറവ് അച്ചു തന്നെ നികത്തിക്കോളും കേട്ടോ. അപ്പൊ അച്ചുവിൻ്റെ അടുത്ത് എന്നിട്ട്, നിനക്ക് സംസാരിക്കാനും കൂട്ടുകൂടാനും ആരാ ഇല്ലാത്തത്? സ്വാതിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഋതു ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് നീ അടിച്ചു പൊളിച്ച് തന്നെ സംസാരിച്ച് എല്ലാം അതുപോലെ തന്നെ നീ മിണ്ടാതെ ഒന്നും ഇരിക്കരുത്. എല്ലാം പഴയതുപോലെ തന്നെ നടക്കണം. ഞാൻ ഇല്ലാന്നുള്ള വിഷമം ആർക്കും തോന്നാതെ നീ വേണം നോക്കാൻ കേട്ടോ അച്ചു. അപ്പൊ സ്വാതിയുടെ അടുത്ത് എന്നിട്ട്, അതെ പഠിത്തത്തിൽ ഉഴപ്പരുത്, മര്യാദക്കിരുന്ന് പഠിച്ചോണം. ഞാൻ വന്നിട്ടേ ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടും, മനസ്സിലായോ എന്ന് ചോദിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ്, എൻ്റെ സേതുവേട്ടാ എന്നാ നമുക്ക് ഇറങ്ങാം സേതുവേട്ടാ, ശരി ഇനി വൈകണ്ട എന്ന് പറഞ്ഞ് അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടത്തിലാട്ടോ. സേതു ഒരക്ഷരം മിണ്ടുന്നില്ല, വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ പല്ലവി, ഞാൻ എത്ര ഭാഗ്യവതിയാ അല്ലേ സേതുവേട്ടാ, ശരിയല്ലേ? ശരിക്കും പറഞ്ഞാല് അന്ന് വീട് വിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് കൂട്ടിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ബന്ധുക്കളോ ശത്രുക്കളോ എന്ന് പറഞ്ഞ പോലെ ആരും തന്നെ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പൊന്നുമടത്തി വന്ന ശേഷം ഇപ്പൊ കണ്ടോ എത്ര പേരെ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ പോരുന്നത് അവർക്കെല്ലാവർക്കും സങ്കടമാണ്. അതിന് കാരണം എന്താണെന്നറിയോ? അവരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയല്ലേ സേതുവേട്ടാ? ശരിക്കും പറഞ്ഞാല് അവർക്കെല്ലാവർക്കും എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. അത് തന്നെയാ കാരണം. പറയേണ്ടതും കടപ്പാട് കാണിക്കേണ്ടതും സേതുവേട്ടനോട് തന്നെയാ. സേതുവേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയാ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറയാനാ? ഞാൻ എന്ത് പറയാനാ പല്ലവി? വിഷമാണോ ഞാൻ പോകുന്നതില്? അല്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കള്ളവായി പോവും. അതുകൊണ്ട് വേണ്ട, ആണെന്ന് പറയാനും തൽക്കാലം വയ്യ. സാരമില്ല സേതുവേട്ടാ, കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. വിളിക്കണം എന്നെ, വിളിക്കാം. പിന്നെ ഇടയ്ക്ക് അല്ല 2 മണിക്കൂർ ഇടവിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഞാൻ കാണാൻ വരാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അല്ല പല്ലവിക്കും പൊന്നുമടത്തിലേക്ക് വരാം. ശരി വരാം എന്ന് സമ്മതിച്ചു. പിന്നെ അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്ത് കുറയ്ക്കാൻ പറ്റുമോന്ന്? ആ ദൂരം, എന്ത് ദൂരം എന്ന് ചോദിച്ചു. അല്ല ഈ 2 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂർ ഇടവിട്ട് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശരി വിളിക്കാം എന്ന് അവസാനം പല്ലവി സമ്മതിക്കുകയാണ്. എൻ്റെ പൊന്നോ സേതുവേട്ടാ, ശരിക്കും പറഞ്ഞാല് ഞാൻ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുക എന്ന് പറഞ്ഞു. പോലെ കൂടെ തന്നെയുണ്ട് സേതുവേട്ടൻ. എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ കണ്ണടച്ചിട്ട് എന്നെ ഒന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും, സത്യമായിട്ട് വരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം സേതുവേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്ത ആളാ. അതല്ലേ എനിക്ക് ഇത്രയും സ്നേഹമുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത്.
അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റേത് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയും സേതുവും കൂടി ഇത് യാത്ര തുടർന്ന് നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോഴത്തേനും ലഗേജൊക്കെ എടുത്ത് അകത്തേക്ക് ചെല്ലുമ്പോൾ പാറു ഓടി ഇരിപ്പുണ്ട് കേട്ടോ. ആ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി ചെന്നു. അമ്മ എവിടെ? അതെ, അല്ല പാറു ഇനി അമേരിക്കയിലേക്ക് പോവല്ലേ, അതുകൊണ്ട് അത്രയും ദിവസം അനിയത്തിന്റെ കൂടെ നിൽക്കണമെന്ന് ചേച്ചിക്കൊരാഗ്രഹം, അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അത് നല്ലതല്ലേ, കൂട്ടുകാരെ പോരായിരുന്നു, അപ്പൊ വിഷമം കാണും അല്ലേടി എന്ന് ചോദിച്ചു. ഇവളിവിടെ ഉള്ളത് എനിക്കൊരാശ്വാസം തന്നെയാ. സത്യത്തെ ഞാൻ ഒന്ന് വിളിക്കണം എന്ന് കരുതിയിരുന്ന, പക്ഷെ പിന്നെ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു. ആ അമ്മേ, സേതുവേട്ടൻ അമ്മേ എന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞത് ആണോ? സേതു പപ്പ വെക്കുകയാണെന്ന്. പാറുവിനെ നേരിട്ട് കാണാൻ ഇനി ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് ചെന്ന് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതും സേതുവേട്ടനാ അല്ലേ എന്ന് ചോദിച്ചു പല്ലവി. അതെ ശരിയാ എന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് സേതുവിന് അവിടുന്ന് ഇവള് മാറുന്നത് ഇഷ്ടമല്ല എന്നാ കരുതിയിരുന്നത്. സേതുവേട്ടന് ഒരു ഇഷ്ടക്കേടും ഇല്ലച്ചാ, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാൻ സേതുവേട്ടൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിയല്ലേ സേതുവേട്ടാ? ശരിയാണ്, വളരെ ശരിയാണ്. അപ്പൊ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പല്ലവി ശരിക്കും പേടിത്തി കളഞ്ഞു. എന്നിട്ട് പല്ലവിനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് സേതു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.